ഹായ് വ്യൂവേഴ്സ്, ആർജെ തേരാവ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് ഇറങ്ങി ഇത് തിരിച്ച് കേരളത്തിലേക്ക് പോവാണ്. കാസർഗോഡ് വഴി കേരളത്തിലോട്ട് കയറും. അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കയറിയത് അല്ലേ? ഇതൊക്കെ കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ NH66 കയറി. ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് കൊല്ലൂരിലോട്ട് പോയത്. ഹെമ്മിടി സ്ഥലപ്പേരെന്ത് എന്നിട്ട് ഹെമ്മിടി. ഇവിടെ നിന്നായിരുന്നു നമ്മൾ അങ്ങോട്ട് മൂകാംബിക അമ്പലത്തിൽ പോകാൻ പോയത്. തിരിച്ച് വീണ്ടും നമ്മൾ ഹൈവേയിൽ ഇറങ്ങി. ഇനി നേരെ കാസർഗോഡ്. ഇനി ഇവിടുന്ന് മംഗളൂർ 101, കന്യാകുമാരി 811 കിലോമീറ്റർ കാണിക്കുന്നത്. മംഗളൂർ കാസർഗോഡാണോ? കാസർഗോഡ് എടുത്തോ? നമ്മളിപ്പോ മാഹി ഇട്ടേക്കുന്നത്. അവിടുന്ന് പെട്രോൾ നിറച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അത് വേണ്ടേ? പെട്രോളിന് വിലക്കുറവില്ലേ മാഹിയില്? നമ്മള് ജോധ്പൂരിൽ നിന്ന് 106 അടിച്ചിട്ട് വന്നത്. ഇവിടെ പിന്നെ കുറവ് കിട്ടിയത് ഇവിടെ ഗോവയില്, ഗുജറാത്തില്. ഗോവയിൽ കിട്ടിയില്ല. ഗോവയിലും ഗുജറാത്തിലും ഒക്കെ 94, 96 ഒക്കെ ഉള്ളു. ഈ മാഹിയിൽ അതിലും കുറവാന്ന് തോന്നി. 93 തോന്നി ലിറ്ററിന്. 106-നും 102-നും ഒക്കെ നമ്മൾ അടിച്ചിട്ട് വന്നത്. 214 കിലോമീറ്റർ 274 കിലോമീറ്റർ രാത്രി 11:30 ആകുമ്പോഴത്തേക്കാണ് മാഹിയിലെ സമയം കാണിക്കുന്നത്. പിന്നെ നമുക്ക് കേരളത്തിൽ ഒരു ദിവസം മൊത്തം ഓടാനുണ്ട്. അങ്ങ് കൊല്ലം വരെ പോകാന്. കൊല്ലത്തല്ല, കൊല്ലം ജില്ലയിൽ വരെ പോകാന്. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. എല്ലാരും കേരളത്തിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് നല്ല മഴയാണ്. നമ്മൾ ഇതുവരെ വന്നിടത്തല്ല, നല്ല ചൂടായിരുന്നു. കേരളത്തിലോട്ട് കയറുമ്പോഴത്തേക്കും നല്ല മഴയാവും. കണ്ടൽക്കാടുകൾ ഇവർ കടഞ്ഞു പോയി. പാലത്തിൽ കൂടെ വന്ന ഇവരുടെ പേരറിയത്തില്ല. ഇവിടെ ഇഷ്ടംപോലെ തെങ്ങും തേങ്ങയൊക്കെ ഉണ്ട് കർണാടകയില്. വീടുകളൊക്കെ നമ്മുടെ കേരളത്തിന്റെ പോലെയൊക്കെ തന്നെ ഇല്ലേ? അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓടൊക്കെ ഇട്ടേക്കുന്ന വീടൊക്കെ അതുപോലെ തന്നെ. ദിസ് ഈസ് ഹൽദി റിവർ. ഇതിന്റെ പേര് എഴുതിയേക്കുന്ന ഹൽദി റിവർ എന്നാണ്. ഇവിടെ ഉണ്ട് കണ്ടൽക്കാടുകളൊക്കെ നിറച്ച്. രണ്ട് സൈഡിലുണ്ട് തെങ്ങുകളും ഉണ്ട്, കണ്ടൽക്കാടുകളും. എനിക്ക് നമ്മുടെ കേരളത്തിനെക്കാട്ടി കൂടുതൽ തെങ്ങുകൾ കർണാടകയിലുണ്ടെന്ന് തോന്നുന്നു. കർണാടകയിലും ഗോവയിലും കണ്ട്. കേരം തെങ്ങും കേരള നാടെന്ന് പറയുന്നതിനോട്ട് കേരം തെങ്ങും കർണാടക വന്നല്ലേ ഇപ്പം കുറച്ച്. എങ്ങോട്ട് നോക്കിയാലും തെങ്ങും തേങ്ങയും മാത്രമേ ഉള്ളൂ കർണാടകത്തിൽ കാണാൻ. നമ്മുടെ നാട്ടിൽ കൂടുതൽ റബ്ബർ മരങ്ങളല്ലേ. നമുക്ക് തെങ്ങ് തോപ്പുകൾ ഇഷ്ടം പോലെ തേങ്ങയ്ക്കൊക്കെ വിലക്കുറവായിരിക്കും ഇവിടെ ഇല്ലേ? ഇന്ന് നമുക്ക് തേങ്ങയുടെ വില അതിന് തിരിച്ചു നോക്കി ഇവിടെ കുറച്ച് തേങ്ങ വെച്ചിട്ട്. പിന്നെ റിവറായോ? ഇത് ഏത് റിവറാണ്? പേര് വേണ്ടിയില്ലല്ലോ. അവിടെ കുറച്ച് ബോട്ടുകളൊക്കെ ഉണ്ട്, മീൻപിടുത്തമൊക്കെ ഉണ്ട്. ഉമ്മി പിടിക്കുന്നു. ഇത് മൂകാംബികയിലെ ലഡു പ്രസാദമായിരുന്നു. ഒരെണ്ണം 25 രൂപ. അപ്പം നമ്മൾ 2 വാങ്ങിച്ചായിരുന്നു. മറ്റേടത്തെക്കാട്ടി കുറച്ചുകൂടെ വലുതായിരുന്നെന്ന് തോന്നുന്നു, മുരുടേശ്വരനെക്കാട്ടി. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടുപ്പി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ്. കർണാടകത്തിലെ ടോള് ഉടുപ്പിയിലോട്ട് പോകുന്ന വഴി ഇല്ലയോ? നമ്മൾ ഉടുപ്പി പോയിട്ടാണ് അപ്പോൾ പോകുന്നത്. കർണാടക മറ്റേ കേരള ഉടുപ്പി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇതിന് മുമ്പുള്ള വീഡിയോകൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ഇതെന്തോ വാലും ചേലും ഇല്ലാതെ ഇടുകയെന്നോ ചോദിക്കുകയൊന്നും ചെയ്യരുത്.
ഇത് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണ്, രാജസ്ഥാനിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇടണമെന്ന് വെച്ചാണ് വന്നത്. പക്ഷേ സമയം അനുവദിച്ചില്ല അതിന്. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ടാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നാൽ തിരക്കാണെന്നറിയാമല്ലോ. അപ്പം നാട്ടിലെ കാര്യങ്ങളിങ്ങനെ ഓടി നടക്കുന്ന കാരണം അങ്ങനെ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ച്. എന്നാലും ഞാൻ എല്ലാം ഇട്ട് തീർക്കും നമ്മൾ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ മൂകാംബികയിൽ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിനി കേരളത്തിലോട്ട് കയറാനുള്ള വഴിയാണ്. അപ്പം അന്ന് രാത്രി നമ്മൾ ബൈ റോഡ് ഓടുമായിരുന്നു. ഇതിപ്പം മൂകാംബികയിലെ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മളിനി കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് ബോർഡർ വരെയുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ കേരളത്തിൻ്റെ ഹൈവേ കൂടെ ഉള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ടിടാം എന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ താമസിച്ച്, എന്നാലും ഞാൻ വീഡിയോ എല്ലാം ഇട്ട് തീർക്കും. കാരണം ഗ്യാലറിയിലെല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിൽ കൂടെയാണ്. ബോർഡറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തലപ്പാടി ബോർഡറിലാണ് വന്ന് കയറുന്നത്. ഷോറൂമാ സർവീസ് ഉണ്ട്. കമ്പനി മൊത്തം ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂൾ വാങ്ങിച്ചാ കുടിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൊച്ചിനാലേക്ക് ഇതിനകത്ത് കുളിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ NH-66 പണി നടക്കുകയാണ്. നമ്മുടെ കേരളവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ. അങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് പോകെ കേരളത്തിലെയും പണികൾ കാണാൻ പറ്റി. എത്രയായി നമുക്കുള്ളത് നോക്കാം. നമുക്ക് 6 ലൈനാണ് ഇപ്പം. ഇത് അപ്പുറത്ത് ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ. പിന്നെ ബീച്ചിൽ 4 ലൈൻ ഉണ്ടോ? കണ്ണൂര് 203, കൊച്ചി 476. കണ്ണൂര് കഴിഞ്ഞോ നമ്മൾ മാഹി? ഇവിടെയുള്ള മഴയാ. ഒരു പട്ടിയെ കയറും കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത്. ഭയങ്കര മഴ.
അങ്ങനെ ഇപ്പം നമ്മൾ കർണാടകയിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ നാട്ടിലെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെയോ സപ്താഹത്തിൻ്റെയോ അങ്ങനെ ഏതാണ്ടാണ് ഈ കൊടികളും കാര്യങ്ങളും തോരണങ്ങളും ഒക്കെ കെട്ടിയിരിക്കുന്നത്. ആദ്യം വിചാരിച്ച് ഇലക്ഷൻ്റെ അല്ലായിരുന്നു, അമ്പലത്തിലെ ഏതോ പരിപാടിയുടെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കർണാടകയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കർണാടകയിലെ ഒരു ടോൾ ഗേറ്റ് വീണ്ടും എത്തി. ഹാപ്പി ജേർണി. നല്ല മഴക്കോളുണ്ട്. ഇവിടെയൊക്കെ നല്ല മഴയും പെയ്തിട്ടുണ്ട് കർണാടകയിലൊക്കെ. നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ അവിടെ മിക്കവാറും നല്ല മഴയായിരിക്കും. നല്ല കോളുണ്ട് അങ്ങോ ആ സൈഡിലോട്ട്. ഇവിടെ ഇത്തിരി മഴ പെയ്യുന്നോണ്ട് കുറച്ച് ചൂട് കുറവുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇത് പറ മുൽക്കി ബ്രിഡ്ജ്. കർണാടക കണ്ടിട്ട് കേരളം പോലെ തന്നെ തോന്നില്ലേ? പിന്നെ എഴുതിയേക്കുന്ന മാത്രമേ ഉള്ളൂ വ്യത്യാസം തോന്നുന്നത് കന്നഡയില്. ബാക്കിയൊന്നും വ്യത്യാസമൊന്നുമില്ല. മൊത്തം തെങ്ങ് മാത്രമേ ഉള്ളൂ ഇവിടെ. കേരളത്തിൽ കൂടെ ഒക്കെ പോകുന്നതിന്റെ കൂട്ട് തന്നെ തോന്നുന്നു. വണ്ടികളും ആദ്യം കാണുമ്പോ കാട്ട്പാടിയാണ്. കാട്ട്പാടി which place is this? നമുക്ക് ഈ മാഹിയിലോട്ട് എത്താൻ 208 കിലോമീറ്ററുണ്ട്. ഉടുപ്പി കഴിഞ്ഞ് മറ്റേ പറയുന്ന ഷിപ്പിനകത്തുണ്ടായിരുന്ന കണ്ടെയ്നേഴ്സ്. ഇവിടെ എല്ലാ സാധനം ന്യൂ മംഗളൂർ പോർട്ട് സിറ്റി. ആ ഫ്ലാറ്റ് നോക്കിയുടെ ലൈറ്റ് ഇട്ടേക്കുന്നു. ജ്യോതിശാല മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു. ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ നമ്മള് വേറൊരു കർണാടക കാണുന്നില്ല. സൗണ്ട് കുറയ്ക്കടാ. നമ്മുടെ കേരളമായിട്ട് ബോർഡർ ഇടാറായിട്ട് ബോർഡറിൽ വന്നപ്പോഴത്തേക്ക് വേറൊരു കർണാടകയുടെ സ്റ്റൈലായി. RTO ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇപ്പം 500 മീറ്റർ ഹെഡ്. തലപ്പാടി നമ്മുടെ ബോർഡർ തലപ്പാടിയാന്ന് തോന്നി.
തലപ്പാടി കർണാടകയിലല്ലയോ? മഞ്ചേശ്വരം എന്ന് തോന്നുന്നു കേരളത്തിന്റെ ബോർഡർ. മഞ്ചേശ്വരാണോ? എനിക്കറിയില്ല. ടോൾ ഗേറ്റ് ആവാറായി. ഇത് കർണാടകത്തിന്റെ നാട് തലപ്പാടിയായി. തലപ്പാടി കർണാടകത്തിലെ ലാസ്റ്റ് ടോൾ പ്ലാസ. ഇനി നമുക്ക് കേരളത്തിലുണ്ടോ? ടോൾ ഗേറ്റ് കർണാടകത്തിലെ ലാസ്റ്റ് ടോൾ ഗേറ്റ്. We are entering into Kerala. Kerala. Tapadi Bridge. Udupi Wedge. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. നീണ്ടു ക്യൂവാന്നല്ലോ. ഇങ്ങനെ നമ്മളിതൊരു നിന്നിട്ടില്ലല്ലോ. ഇത് ഉടുപ്പി ടോൾ വേ പ്രൈവറ്റ് ലിമിറ്റഡ്. ആ തലപ്പാടി ടോൾ പ്ലാസ. തലപ്പാടി ടോൾ പ്ലാസ. ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങുന്നേയുള്ളൂ. നെല്ല് കൊല്ലാനുണ്ട്, ഇടി വെട്ടുന്നുണ്ട്, കറണ്ടും ഇല്ല. ഏരിയ തിരിച്ച മഴ പെയ്യുന്നത്. എവിടെ മഴ പെയ്യുന്നില്ലല്ലോടെ. ഉപ്പള ഗേറ്റ്, ഉപ്പള കന്യാകുമാരി. മഴയില്ല, റോഡെല്ലാം ഉണങ്ങി കിടക്കുന്നത്. 1 കിലോമീറ്റർ പോലും വ്യത്യാസത്തില്ലല്ലോ. അല്ല, നമ്മളിപ്പോ കേറിയിട്ടേ 4 കിലോമീറ്റർ വ്യത്യാസത്തിൽ നല്ല മഴ പെയ്യുന്നത്, മഴ പെയ്യാൻ തുടങ്ങുന്നത്, മഴ തുള്ളിത്തുള്ളിയായിട്ട് വീഴുന്നത് അല്ലേ. ഇവിടെ ഒട്ടും മഴ പെയ്തിട്ടും ഇല്ല. ഈ 4 കിലോമീറ്റർ വ്യത്യാസത്തില് ഈ വണ്ടികളൊന്നും ഇതുവഴി ടോൾ ഗേറ്റ് ആണല്ലോ. ഉപ്പള ടൗൺ. ഉപ്പള ടൗൺ. കാസർഗോഡ് ഇനി 22.5. സൗണ്ട് കുറച്ചടാ. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോഴും ഇത് കേരളം വന്ന് പറയുന്നില്ല. കർണാടകയിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വില്ലേജസിൽ കൂടെ ഒക്കെ വന്നപ്പോഴും ഈ കേരളത്തിൽ കൂടെ പോകുന്ന പോലെ തോന്നുന്നു പറയുന്നത്. പക്ഷെ കർണാടകയുടെ ഇങ്ങനെ ലാസ്റ്റ് മംഗളൂർ സിറ്റിയൊക്കെ, ന്യൂ മംഗളൂർ സിറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് മെട്രോപൊളിറ്റൻ സിറ്റി പോലെ ആയപ്പോൾ ലെവലേ മാറിപ്പോയി. അതേപോലെ ഇപ്പൊ നമ്മൾ കേരളത്തിലോട്ട് കയറിയപ്പോഴും ഇവിടുത്തെ ഹൈവേയുടെ ഡെവലപ്മെന്റ്സ് കാരണം വേറെ ലെവലായി കേരളവും. നമ്മളിപ്പം വേറെ സിറ്റികളിലൂടെ, കുറെ സിറ്റികളിലൂടെ, ബോംബെ, മറ്റേ ഗോവയൊക്കെ സിറ്റി കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതുപോലെ ആയി ഇവിടെ. ഇപ്പം നമ്മൾ നേരത്തെ കാറിനകത്ത് വന്ന കേരളമേ അല്ല ഇപ്പൊ ഇത്. ഇപ്പൊ അടിപൊളിയായി യാത്ര ചെയ്യാം. ഇത് അങ്ങ് കണ്ടിരുന്നെങ്കിൽ നന്നായെന്നെ അല്ലേ. പെട്ടെന്ന് നമുക്ക് അങ്ങ് എത്താൻ പറ്റും. ഇപ്പൊ ഒത്തിരി മാറിപ്പോയി. ഇതിപ്പം മലയാളത്തിൽ എഴുതിയേക്കുന്ന ബോർഡ് കാണുമ്പോൾ മാത്രം അറിയാം കേരളമാണെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവൂല. അതുപോലെ ബാക്കി സിറ്റിയുടെ കൂട്ട് തന്നെ ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കേരളവും. 6 ലൈൻ ഹൈവേ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായി. ഇപ്പൊ നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറി എന്നുള്ള ഫീല് വരുന്നില്ല. കേരളത്തിലോട്ട് കയറിയെന്ന് നേരത്തെയൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ വരുമ്പോഴ് കേരളത്തിലോട്ട് വരുമ്പോ അയ്യോ ഇനി എപ്പോ അങ്ങ് ചെല്ലും, എങ്ങനത്തെ റോഡ്, ഇത് എങ്ങനെ അങ്ങ് ചെല്ലും എന്നുള്ള രീതിയായിരുന്നു. ഇപ്പൊ അടിപൊളിയായി. നമ്മുടെ കൊല്ലം പോകുന്ന വഴി ബന്ദിയോട് കൊല്ലം. നമ്മളിപ്പോ കാസർഗോഡാണ്, അങ്ങേയറ്റം കൊല്ലം, അങ്ങേയറ്റം തിരുവനന്തപുരം, ഇപ്പുറത്ത് കൊല്ലം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റോപ്പും കാണാം. ഇങ്ങനെ ഓരോ ജില്ലകൾ കാണുമ്പോ നമ്മള് കേരളത്തിൽ എത്തിയല്ലോ എന്നുള്ളത് തോന്നും.
പക്ഷെ റോഡും വഴികളൊക്കെ കാണുമ്പോ ഇത് കേരളം തന്നെ ആണോ എന്ന് ചിന്തിക്കും. നമ്മൾ ഈ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് ഈ അപ്പുറത്തെ റോഡിൽ കൂടെ ആയിരുന്നു, സൈഡിൽ കൂടെ ആയിരുന്നു പോകുന്നത്. ഇനി നമുക്ക് അടുത്ത് കാണുന്നുണ്ട് പാലക്കാട്, ഇടപ്പള്ളി, കന്യാകുമാരി. പാലക്കാട് 326, ഇടപ്പള്ളി 386, കന്യാകുമാരി 679. അഹമ്മദാബാദ് ബോംബെ എക്സ്പ്രസ് ഹൈവേയുടെ സെയിം ലുക്കാണ്. അത് തന്നെ, നമ്മളിപ്പോ അഹമ്മദാബാദ് വന്നപ്പോ എക്സ്പ്രസ് ഹൈവേ കൂടെ ആണല്ലോ വന്നത്, അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേരളം. ചെറിയ വളമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ചെറിയൊരു വളമുണ്ട്. ആ കയറും, അത് വിട്ട് കഴിഞ്ഞാൽ ഇത് നമ്പർ 1 എക്സ്പ്രസ് ഹൈവേയുടെ അതേ സെയിം ആണ്. നമ്മുടെ കേരളത്തിൽ വളവും തിരിവില്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. കേരളത്തിന് തന്നെ മുഖച്ഛായ മാറിക്കളഞ്ഞില്ലയോ? തോൽക്കിട്ടുണ്ടോ? കേരളത്തിൽ ആദ്യത്തെ ടോൾ ഗേറ്റില്ലയോ? കുമ്പള 1 കിലോമീറ്റർ. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകണമെങ്കിൽ പോകാം. പിന്നെ ലൈൻ 1, ലൈൻ 2, ലൈൻ 3. ലൈൻ 1-നകത്ത് ബസ്സും ട്രക്കും പോകണം, ലൈൻ 2-നകത്ത് കാറ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് പോകണം, ലൈൻ 3-കകത്തും കാറ്, LMV പോകണം. നമ്മുടെ കേരളത്തില് ടോൾ ബോർഡ് അല്ലേ ഇവിടെ? ഇത് വർക്കിംഗ് അല്ലയോ? പണി നടക്കുന്നതേ ഉള്ളൂ, ടോൾ ബൂത്ത് ഒന്നും ആക്റ്റീവ് ആയില്ല. ഇനി കുമ്പള 0.5, കണ്ണൂര്, കന്യാകുമാരി. വണ്ടിയിൽ നിന്ന് എക്സിറ്റ് അടിച്ചുകൊണ്ട് ഇറങ്ങിയോണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി, ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും പൊറോട്ട പറഞ്ഞേക്കുന്നത്, ഞാനൊരു ബിരിയാണിയും പറഞ്ഞു. ദിസ് ഈസ് ബിരിയാണി. ഇതെന്തിനാ വെച്ച് കഴിക്കാനോ കൈ വയ്ക്കാനാണോ? അറിയാത്തോണ്ട് ചോദിക്കാം. എല്ലാവർക്കും പൊറോട്ട, ഞാൻ മാത്രം ബിരിയാണി. അല്ല, അമ്മയ്ക്ക് വേണ്ടി വേണ്ട വേണ്ട വേണ്ട, എനിക്കിപ്പോ വേണ്ട, ഞാൻ ചോറ് കഴിച്ചോളാം. ഒരു സ്പൂൺ എടുത്ത് പിന്നെ ഇതിന് തിന്നും. ഞാൻ എടുത്തോളാം മക്കാടെ. മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞു. ഇതിപ്പോ ഒരു വലിയ സിറ്റി പോലെ, സിറ്റിയിൽ വന്ന പോലെ. ഓ, പാലത്തിന് താഴെ പാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. നേരത്തെ ഇത്ര മാത്രമല്ലേ ഉള്ളായിരുന്ന? ഈ സംഭവങ്ങൾ മാത്രമല്ലേ ഉള്ളായിരുന്നു? ഇപ്പൊ ഇങ്ങനെ വലിയ സാധനം നടുക്കൂടെ വന്നില്ല. ഈ പാലത്തിന് എന്തോ പണി കഴിഞ്ഞ കാണത്തില്ല, കാരണം അണ്ടർലൈറ്റ് കൊടുത്തേക്കുന്നത് പാലത്തിന്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡ് നല്ല ഫുഡായിരുന്നു. കുറെ നാളുകൊണ്ട് കേരളത്തിലെ പൊറോട്ടയൊക്കെ കഴിക്കാതിരുന്നോണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണി നല്ലതായിരുന്നു, പൊറോട്ടയും നല്ലതായിരുന്നു, ടേസ്റ്റ് നല്ലതായിരുന്നു. ഇനി നമുക്ക് മാഹിയിലോട്ട് എത്താൻ 128 കിലോമീറ്റർ കാണിക്കുന്നത്. ഇപ്പൊ സമയം 12:30 രാത്രി കാണിക്കുന്നത്. നമ്മൾ ഇനി ഹൈവേയിലോട്ട് കയറ്റുമോ എന്തോ? അപ്പൊ താഴെ കൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറുകയാണ്, NH 66 ഇനി കാണിക്കുന്ന കോഴിക്കോട്, ശബരിമല, കന്യാകുമാരി 662 കിലോമീറ്റർ. കോഴിക്കോട് 187. ശബരിമലയുടെ എത്ര കിലോമീറ്റർ? ശബരിമലയുടെ കിലോമീറ്റർ വെച്ചിട്ടില്ല.
കോഴിക്കോട് 187. അത് മതി. നീലേശ്വരം 39. എന്താ അങ്ങനെ? കാസർഗോഡ് മെഡിക്കൽ കോളേജ്, വടകര, കന്യാകുമാരി. വടകര 135. സെൻട്രൽ യൂണിവേഴ്സിറ്റി, കണ്ണൂർ എയർപോർട്ട്, കന്യാകുമാരി. കണ്ണൂർ, കോഴിക്കോട് 183, കന്യാകുമാരി 657. നമ്മൾ എക്സിറ്റ് ആയിരിക്കുന്നു. അരമണിക്കൂർ പോലും വന്നില്ലേ, റോഡ് ക്ലോസ്ഡ്. അപ്പം ബാക്കി ഹൈവേയിലെ വിശേഷങ്ങളും കേരളത്തിൽ വീട്ടിലോട്ട് എത്തുന്ന വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്